വെറും 7 ദിവസം കൊണ്ട് നിങ്ങളുടെ മുഖം പഴയ സുഹൃത്തുക്കൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതൊരു മാജിക്കല്ല. ഇത് 5000 രൂപയുടെ ക്രീമുമല്ല. നൂറ്റാണ്ടുകളായി രാജാക്കന്മാരുടെയും മഹാരാജാക്കന്മാരുടെയും കീശയിൽ ഒളിഞ്ഞിരുന്ന ഇന്ന് ആദ്യമായി നിങ്ങൾക്കായി തുറക്കപ്പെടുന്ന ആയുർവേദത്തിന്റെ ആ ഗുപ്തരഹസ്യമാണിത്. വില കൂടിയ ഉൽപ്പന്നങ്ങളിലും കള്ളവാഗ്ദാനങ്ങളിലും മടുത്ത് നിങ്ങളുടെ മുഖം തിളങ്ങുക മാത്രമല്ല, നിങ്ങളുടെ ആത്മാവ് കൂടി പ്രകാശിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് 2 അത്ഭുത ഫേസ് പാക്കുകൾ പറഞ്ഞുതരാം. ഒറ്റ ദിവസം കൊണ്ട് ഫലം. 7 രഹസ്യ നിയമങ്ങൾ. വയസ്സുകാലത്തും നിങ്ങൾ ചെറുപ്പമായിരിക്കും, ഒപ്പം നിങ്ങളുടെ ഉള്ളിലെ മാലിന്യങ്ങളെ വേരോടെ പിഴുതുകളയുന്ന ആ രഹസ്യവും. അപ്പോൾ ഇനി വൈകേണ്ടതില്ല. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ അമർത്തൂ, കമന്റിൽ എനിക്ക് തിളങ്ങണം എന്നെഴുതൂ. കാരണം ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാകാൻ പോവുകയാണ്. നിങ്ങളുടെ തിളക്കത്തിലേക്കുള്ള യാത്ര നമുക്ക് തുടങ്ങാം. ഒരിക്കൽ ഒരു യുവാവ് ഒരു ഗുരുവിന്റെ അടുത്തേക്ക് പോകുന്നു. ആ ഗുരു ആയുർവേദത്തിൽ വലിയ അറിവുള്ളയാളായിരുന്നു. ആ യുവാവ് അദ്ദേഹത്തിന്റെ അടുത്തെത്തി കരയാൻ തുടങ്ങി. അവൻ തന്റെ മുഖം ഒരു തുണി കൊണ്ട് കെട്ടിവെച്ചിരുന്നു. ഗുരു അവനെ കരയുന്ന നിലയിൽ കണ്ടപ്പോൾ ചോദിച്ചു, "മകനെ, എന്തുപറ്റി? നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് നിന്റെ മുഖം ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്?" അപ്പോൾ ആ യുവാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, "ഞാൻ എന്നെ തന്നെ സുന്ദരനായി കാണിക്കാൻ വേണ്ടി എന്റെ മുഖത്ത് പലതരം സാധനങ്ങൾ ഉപയോഗിച്ചു. പക്ഷേ എന്നിട്ടും എന്റെ മുഖത്ത് തിളക്കം വന്നില്ല. മറിച്ച് എന്റെ മുഖം മുമ്പത്തേക്കാളും കൂടുതൽ മോശമായി. ഇപ്പോൾ എനിക്ക് തന്നെ എന്റെ മുഖം കാണുമ്പോൾ വെറുപ്പ് തോന്നുന്നു. ആളുകൾ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു നോക്കി. പക്ഷേ എന്റെ മുഖത്തെ തിളക്കം പൂർണ്ണമായും പോയി. മുഖത്ത് കറുത്ത പാടുകൾ വന്നു, കുരുക്കൾ പൊന്തി വന്നു. ഗുരുദേവ, ഞാൻ അങ്ങയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങ് എന്റെ പ്രശ്നത്തിനൊരു പരിഹാരം തരൂ. എന്റെ മുഖം ശരിയാകാനും അതിൽ തിളക്കം വരാനും എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ." യുവാവിന്റെ വർത്തമാനം കേട്ട് ഗുരു പറഞ്ഞു, "മകനെ, ദൈവം നമുക്ക് എന്തു രൂപവും നിറവുമാണോ തന്നത് അത് നമുക്കെല്ലാവർക്കും വളരെ നല്ലതാണ്. കൂടുതൽ സുന്ദരനാകാൻ ശ്രമിച്ച് നീ നിന്റെ മുഖം നശിപ്പിച്ചു. വാസ്തവത്തിൽ സൗന്ദര്യമെന്നത് തനിയെ പ്രതിഫലിക്കേണ്ട ഒന്നാണ്." തുടർന്ന് ഗുരു അവനോട് പറഞ്ഞു, "മകനെ, ഇനി ഞാൻ പറയാൻ പോകുന്ന നിയമങ്ങൾ നീ പാലിക്കണം. ഇന്ന് ഞാൻ നിനക്ക് 2 ഫേസ് പാക്കുകളെക്കുറിച്ചും പറഞ്ഞുതരാം. ഇത് നീ മുഖത്ത് പുരട്ടിയാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിനക്ക് അതിന്റെ ഫലം കണ്ടുതുടങ്ങും. 7 ദിവസം കൊണ്ട് നിന്റെ മുഖം പൂർണ്ണമായും ശരിയാകും. നിന്റെ മുഖത്ത് വേറിട്ട ഒരു തിളക്കം വരും. ഞാൻ പറയുന്ന നിയമങ്ങൾ നീ പാലിക്കുകയാണെങ്കിൽ ഭാവിയിൽ ഒരിക്കലും നിന്റെ മുഖം മോശമാവില്ല. വാർദ്ധക്യത്തിലും നീ ചെറുപ്പമായിരിക്കും." ഗുരുവിന്റെ വാക്കുകൾ കേട്ട് യുവാവ് പറഞ്ഞു, "ഗുരുദേവ, അങ്ങ് പറയുന്ന നിയമങ്ങൾ ഞാൻ തീർച്ചയായും പാലിക്കും." പിന്നീട് ഗുരു ആ യുവാവിനോട് പറയുന്നു, "മകനെ, ഒരു മരത്തെ കീടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ നമ്മൾ പുറമേ മരുന്ന് തളിക്കുന്നു. അത് വളരാൻ നമ്മൾ വെള്ളമൊഴിക്കുന്നു, വളമിടുന്നു. അങ്ങനെ ആ മരം നല്ല പൂവും കായും തരുന്നു. എന്നാൽ പുറമേ മാത്രം പരിചരിച്ചാൽ ആ മരം നമുക്ക് പൂവും കായും തരുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ചർമ്മവും. നമ്മൾ ഇതിന്റെ പുറത്ത് മാത്രം സാധനങ്ങൾ ഉപയോഗിച്ചാൽ ഇത് തിളങ്ങില്ല. ഇതിനായി നമ്മൾ ഇതിനെ ഉള്ളിൽ നിന്നാണ് പരിചരിക്കേണ്ടത്. നമ്മൾ മരത്തിന്റെ വേരുകളിൽ വളവും വെള്ളവും ഒഴിക്കുന്നതുപോലെ നമ്മുടെ ചർമ്മത്തിന് പുറത്ത് തിളക്കവും ഭംഗിയും കൊണ്ടുവരുന്ന പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉള്ളിലേക്കാണ് നൽകേണ്ടത്." തുടർന്ന് ഗുരു ആ യുവാവിനോട് പറയുന്നു, "മകനെ, നിന്റെ മുഖം വാർദ്ധക്യത്തിലും ചെറുപ്പമായിരിക്കാൻ നീ ഏത് നിയമങ്ങളാണ് പാലിക്കേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കൂ." ഗുരു യുവാവിനോട് പറഞ്ഞു, "മകനെ, നീ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നിന്റെ ദഹനവ്യവസ്ഥ, ഡൈജഷൻ സിസ്റ്റം നന്നായിരിക്കണം എന്നതാണ്. കാരണം നീ നിന്റെ ചർമ്മത്തിന് പുറത്ത് എന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ അത് നല്ല സാധനമോ ആയുർവേദമോ എന്തുമാകട്ടെ, അത് നിന്റെ ശരീരത്തിന്റെ ഉപരിതലത്തെ മാത്രമേ സ്വാധീനിക്കുന്നുള്ളൂ. ആന്തരിക തലത്തിൽ അത് ഒരു ജോലിയും ചെയ്യുന്നില്ല. നിന്റെ ചർമ്മത്തിന് 3 പാളികളുണ്ട്. നീ ചർമ്മത്തിന് മുകളിൽ എന്തെങ്കിലും പുരട്ടുമ്പോൾ ഒരു പാളി മാത്രമാണ് സ്വാധീനിക്കപ്പെടുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും പാളികളിൽ ഇതിന്റെ യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല. എന്നാൽ നീ ചില പോഷകങ്ങൾ കഴിക്കുമ്പോൾ അത് നിന്റെ ശരീരത്തിൽ ചെല്ലുമ്പോൾ നിന്റെ 3 പാളികളെയും സ്വാധീനിക്കുന്നു. എന്നാൽ നിന്റെ ദഹനവ്യവസ്ഥ മോശമാണെങ്കിൽ നീ എന്തു കഴിച്ചാലും ആ പോഷകങ്ങൾ ശരിയായ രീതിയിൽ നിന്റെ ശരീരത്തിന് ലഭിക്കില്ല. പിന്നെ നീ എത്ര നല്ലത് ചെയ്താലും അത് നിന്റെ ചർമ്മത്തിന് കിട്ടില്ല. അതിനാൽ അതിന്റെ ഫലങ്ങൾ നിന്റെ മുഖത്ത് കാണും. ദഹനവ്യവസ്ഥ മോശമായാൽ മുഖത്ത് കുരുക്കൾ വരും. അതുകൊണ്ട് ആദ്യം നീ ശ്രദ്ധിക്കേണ്ടത് നിന്റെ ദഹനവ്യവസ്ഥ ശരിയായിരിക്കണം എന്നതാണ്." തുടർന്ന് ഗുരു ആ യുവാവിനോട് പറയുന്നു, "മകനെ, നീ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം നിന്റെ ശരീരം ഉള്ളിൽ നിന്ന് ശുദ്ധമായിരിക്കണം എന്നതാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ വിഷാംശങ്ങൾ, ടോക്സിൻസ് കൂടുമ്പോൾ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ അത് പുറത്തുവരാൻ ശ്രമിക്കും. അത് മുഖത്ത് വരുന്ന പലതരം കുരുക്കളായാലും ചർമ്മത്തിലെ ചൊറിച്ചിലായാലും ശരി, പലതരം ചർമ്മരോഗങ്ങൾ നിനക്കുണ്ടാകാം. ചർമ്മം നിർജീവമാകാൻ തുടങ്ങുന്നു, ചുളിവുകൾ വീഴാനും തുടങ്ങുന്നു. ശരീരത്തിൽ വിഷാംശമുണ്ടെങ്കിൽ അതിന്റെ നേരിട്ടുള്ള ഫലം നിന്റെ ചർമ്മത്തിൽ കാണാം. അതുകൊണ്ട് നീ ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. നീ കൂടുതൽ വെള്ളം കുടിക്കുമ്പോൾ നിന്റെ ശരീരം ജലാംശത്താൽ ഹൈഡ്രേറ്റഡ് നിറഞ്ഞിരിക്കും.
ഇത് നിന്റെ ചർമ്മത്തിലെ വരൾച്ച മാറ്റുകയും ചർമ്മം നന്നായിരിക്കുകയും ചെയ്യും. രണ്ടാമതായി, നീ ധാരാളം പഴങ്ങൾ കഴിക്കുകയും ജ്യൂസ് കുടിക്കുകയും വേണം. ആഴ്ചയിൽ ഒരു ദിവസം നീ അന്നം, അരി, ഗോതമ്പ് ഭക്ഷണങ്ങൾ കഴിക്കരുത്. കാരണം അന്നം നിന്റെ കുടലിൽ പോയി ഒട്ടിപ്പിടിക്കുന്നു. എന്നാൽ നീ പഴങ്ങളും പച്ചക്കറികളും ജ്യൂസും കഴിക്കുമ്പോൾ അത് നിന്റെ ശരീരത്തിൽ ശുചീകരണ വേല ചെയ്യുകയും ശരീരത്തിന് പോഷകങ്ങൾ നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് നീ ദിവസവും പഴങ്ങൾ കഴിക്കണം. ആഴ്ചയിൽ ഒരു ദിവസം പഴച്ചാറുകളും സാലഡും മാത്രം കഴിച്ച് അന്നം പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു ദിവസം വയ്ക്കണം. ഇത് നിന്റെ ശരീരത്തെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായും വൃത്തിയാക്കും. നിന്റെ ശരീരത്തിൽ പിത്തത്തിന്റെ പിറ്റ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ, ആസിഡ് കൂടിയിട്ടുണ്ടെങ്കിൽ അതും കുറയും. കാരണം പിത്തത്തിന്റെ നേരിട്ടുള്ള സ്വാധീനം നമ്മുടെ ചർമ്മത്തിലാണ്. അതുകൊണ്ട് വേവിക്കാത്ത പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന സാധനങ്ങൾ നീ കൂടുതൽ കഴിക്കുമ്പോൾ അത് നിന്റെ ചർമ്മത്തിൽ നേരിട്ട് വളരെ നല്ല ഫലമുണ്ടാക്കും. നിന്റെ ചർമ്മം ഉള്ളിൽ നിന്ന് തിളങ്ങും. പിന്നീട് ഗുരു യുവാവിനോട് മൂന്നാമത്തെ നിയമം പറഞ്ഞു. നീ തണുത്ത വെള്ളത്തിൽ കുളിക്കണം. തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ ഐസ് വെള്ളത്തിൽ കുളിക്കണമെന്നല്ല. നീ സാധാരണ പച്ചവെള്ളത്തിൽ കുളിക്കണം. മകനെ, പണ്ടുള്ള ഋഷീശ്വരന്മാർ കുളത്തിലും പുഴയിലുമാണ് കുളിച്ചിരുന്നത്. കാരണം ആ വെള്ളം ഫ്രഷ് ആയിരിക്കും. നീയും ഫ്രഷായ വെള്ളത്തിൽ കുളിക്കണം. ഒരിക്കലും വെള്ളം ചൂടാക്കി കുളിക്കരുത്. നീ പച്ചവെള്ളത്തിൽ കുളിക്കുമ്പോൾ നിന്റെ രക്തയോട്ടം വളരെ നന്നായി നടക്കും. നിനക്ക് നല്ല ഉറക്കവും കിട്ടും. നിന്റെ ശരീരത്തിനുള്ളിലുള്ള ടെൻഷൻ എന്തായാലും അത് പൂർണ്ണമായും മാറും. ഇത് നിന്റെ ചർമ്മത്തെ ഉള്ളിൽ നിന്ന് മിനുസപ്പെടുത്തും. ചർമ്മം ഉള്ളിൽ നിന്ന് നന്നാകുമ്പോൾ പുറത്ത് തനിയെ തിളക്കം വരാൻ തുടങ്ങും. തുടർന്ന് ഗുരു നാലാമത്തെ നിയമം പറഞ്ഞു. മകനെ, നിന്റെ മാനസികാരോഗ്യവും ഉറക്കവും ഇവ രണ്ടും നീ ശരിയായി വെക്കണം. ആദ്യം നീ ഉറക്കത്തെക്കുറിച്ച് മനസ്സിലാക്കൂ. നീ ഒരു ദിവസം ശരിയായി ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം നിന്റെ മുഖം വാടിയിരിക്കുന്നത് കാണാം. നീ കുറച്ചു ദിവസം ഉറങ്ങിയില്ലെങ്കിൽ നിന്റെ മുഖത്ത് ഡാർക്ക് സർക്കിൾസ് വരാൻ തുടങ്ങും. മുഖം നിർജീവമാകും. ചർമ്മം വരണ്ടുപോകും. കാരണം ഉറക്കത്തിന്റെ നേരിട്ടുള്ള ഫലം നിന്റെ മുഖത്തും ചർമ്മത്തിലുമുണ്ടാകും. അതുകൊണ്ട് നീ നല്ലതുപോലെ ഉറങ്ങണം. നീ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കണം. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഫോൺ മാറ്റിവെക്കണം. ഉറക്കം നന്നാക്കാൻ നിനക്ക് ആയുർവേദ മരുന്നായ അശ്വഗന്ധ കഴിക്കാം. ഇത് നിന്റെ ഉറക്കം നന്നാക്കുകയും ഉത്കണ്ഠയും ടെൻഷനും കുറയ്ക്കുകയും ചെയ്യും. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് അശ്വഗന്ധ ഉപയോഗിക്കാം. 1 സ്പൂൺ അളവിലിത് കഴിക്കാം. പിന്നീട് ഗുരു യുവാവിനോട് 5ാമത്തെ നിയമം പറഞ്ഞു. മകനെ, ഈ നിയമം വളരെ പ്രധാനമാണ്. നീ എത്ര വ്യായാമം ചെയ്താലും, എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും, നീ എന്തു ചെയ്താലും ശരി, നീ ബ്രഹ്മചര്യം പാലിച്ചില്ലെങ്കിൽ നിനക്ക് പല പ്രശ്നങ്ങളുമുണ്ടാകും. നിന്റെ ശരീരം ദുർബലമാകും. നിന്റെ ഊർജം നശിച്ചുപോകും. മുഖത്തെ തിളക്കം പോകും. മാനസിക നില തെറ്റും. നിന്റെ സ്വഭാവം മോശമാകും. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും. അതുകൊണ്ട് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർ ബ്രഹ്മചര്യം പാലിക്കണം. കാരണം വാസനകളിൽ ലസ്റ്റ് മുഴുകിയിരിക്കുന്നവർക്കറിയില്ല അവർ അവരോട് തന്നെ തെറ്റ് ചെയ്യുകയാണെന്ന്. തുടർന്ന് ഗുരു ആ യുവാവിനോട് 6ാമത്തെ നിയമം പറഞ്ഞു. മകനെ, നീ വെറും വയറ്റിൽ രാവിലെ ചായ കുടിക്കുന്നത് നിർത്തണം. ഇത് നിന്റെ ചർമ്മത്തിന് വളരെ ദോഷകരമാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. നീ വെറും വയറ്റിൽ ചായ കുടിക്കുമ്പോൾ നിന്റെ വയറ്റിലെ ലൈനിംഗ് ആവരണം ബാധിക്കപ്പെടുന്നു. അവിടുത്തെ കോശങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങുന്നു. ഇതുമൂലം ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ ഉൽപ്പാദനം ശരിയായി നടക്കില്ല. ഇത് നിന്റെ ദഹന വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും. നിന്റെ ദഹനം ശരിയാകില്ല. ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. പ്രത്യേകിച്ച് ഇത് നിന്റെ ശരീരത്തിൽ വാതം, പിത്തം, കഫം എന്നീ 3 ദോഷങ്ങളുണ്ട്. ഇതിൽ നിന്റെ ചർമ്മത്തെയും മുടിയെയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പിത്തമാണ്. നിന്റെ ശരീരത്തിൽ ആസിഡിക് കൂടുകയും ആൽക്കലൈൻ ഗുണം കുറയുകയും ചെയ്യുമ്പോൾ ആ അവസ്ഥയിൽ നിനക്ക് നിന്റെ ചർമ്മത്തെ നന്നായി വെക്കാൻ കഴിയില്ല. അപ്പോൾ നീ എന്തു ചെയ്യണം? രാവിലെ വെറും വയറ്റിൽ ചായ കുടിക്കുന്നത് പൂർണ്ണമായും നിർത്തണം. അതിനു പകരം രാവിലെ എഴുന്നേറ്റ് 2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കണം. കുത്തിയിരുന്നോ അല്ലെങ്കിൽ മലാസനത്തിലോ ഇരുന്ന് ഈ വെള്ളം സാവധാനം കുടിക്കണം. വേണമെങ്കിൽ ഈ വെള്ളത്തിൽ 2 സ്പൂൺ നെല്ലിക്കാനീര് ചേർക്കാം. നെല്ലിക്കയിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. പ്രായം തോന്നിക്കാതിരിക്കാൻ ആന്റി ഏജിംഗ് വൈറ്റമിൻ സി വളരെ നല്ലതാണ്. ഇതുപയോഗിച്ചാൽ മലശോധന ശരിയായി നടക്കും. മലബന്ധമുള്ളവർക്ക് ഇതിൽ നിന്ന് വലിയ ആശ്വാസം കിട്ടും. ഇത് ശരീരത്തിൽ ആൽക്കലൈൻ ഗുണം കൂട്ടും. ആസിഡ് കുറയ്ക്കും. ദഹനം ശക്തമാക്കും. പല രോഗങ്ങളിൽ നിന്നും നിന്നെ രക്ഷിക്കും. പിന്നീട് ഗുരു യുവാവിനോട് 7ാമത്തെ നിയമം പറഞ്ഞു. മകനെ, നീ ചൂടുവെള്ളത്തിന്റെ ആവി പിടിക്കണം. ഇതിനായി നീ ഒരു പാത്രമെടുക്കുക. അതിൽ ചൂടുവെള്ളം ഒഴിക്കുക. ചൂടുവെള്ളത്തിൽ നിന്ന് വരുന്ന ആവിക്ക് മുകളിൽ നിന്റെ മുഖം വയ്ക്കുക. മുകളിൽ ഒരു തോർത്ത് പുതയ്ക്കുക. ഈ ആവി മുഖത്ത് തട്ടുമ്പോൾ നിന്റെ ചർമ്മത്തിലെ സുഷിരങ്ങൾ തുറക്കാൻ തുടങ്ങും. അതോടൊപ്പം മുഖത്തെ രക്തക്കുഴലുകൾ വികസിക്കുകയും അവിടെ രക്തയോട്ടം മെച്ചപ്പെടാൻ തുടങ്ങുകയും ചെയ്യും. ഇത് മുഖത്ത് തിളക്കം കൊണ്ടുവരും. നിർജീവമായിക്കൊണ്ടിരുന്ന ചർമ്മകോശങ്ങൾ നന്നായി പ്രവർത്തിക്കാൻ തുടങ്ങും. ഇത് നിന്റെ മുഖത്ത് തിളക്കം നൽകും. ഇത് ചെയ്ത ശേഷം നീ മുഖത്ത് മെല്ലെ തട്ടാൻ ടാപ്പിംഗ് തുടങ്ങണം. ഈ രീതിയിൽ നീ പരിശീലിക്കാൻ തുടങ്ങണം.
1 മുതൽ 2 മിനിറ്റ് വരെ ഇങ്ങനെ ചെയ്യണം. അതിനുശേഷം 2 കൈകളും തമ്മിൽ ഉരസുക. കൈകൾ 5 മുതൽ 10 തവണ വരെ മുഖത്ത് അമർത്തിവെക്കുക. കൈകളിൽ നിന്നുള്ള ചൂട് രക്തയോട്ടം കൂട്ടും. തട്ടുന്നത്, ടാപ്പിംഗ് വഴിയും രക്തയോട്ടം കൂടും. ഈ 10 മിനിറ്റ് കൊണ്ട് നിനക്ക് വളരെ നല്ല ഫലം ലഭിക്കും. ഒരുപാട് ഗുണങ്ങൾ നിനക്ക് കാണാൻ കഴിയും. ഗുരു യുവാവിനോട് വീണ്ടും പറഞ്ഞു, മകനെ, വെയിലിൽ നിന്ന് രക്ഷ നേടുക. നിന്റെ ചർമ്മത്തിൽ മെലനോസൈറ്റ് എന്നു പേരുള്ള കോശങ്ങളുണ്ട്. അവ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് നിന്റെ മുടിയുടെയും ചർമ്മത്തിന്റെയും നിറം തീരുമാനിക്കുന്നത്. കൂടാതെ മെലാനിൻ സൂര്യന്റെ ഹാനികരമായ രശ്മികളിൽ നിന്ന് നിന്നെ സംരക്ഷിക്കുന്നു. നീ കൊടുംവെയിലത്ത് പോകുമ്പോൾ സൂര്യരശ്മികൾ നേരിട്ട് നിന്റെ മുഖത്ത് പതിക്കുമ്പോൾ, പ്രത്യേകിച്ച് 10 മണി മുതൽ 2 മണി വരെയുള്ള സമയം, അത് നിന്റെ ചർമ്മത്തെ നശിപ്പിക്കും. ചർമ്മത്തെ സംരക്ഷിക്കാൻ മെലാനിന്റെ ഉൽപ്പാദനം കൂടും. ഇത് ചർമ്മത്തെ സംരക്ഷിക്കും, പക്ഷെ നിന്റെ നിറം മങ്ങാൻ ഡാർക്ക് തുടങ്ങും. നിറം കുറയുന്നതല്ല പ്രശ്നം. ആന്തരിക പാളികൾക്കും ഈ രശ്മികൾ കേടുവരുത്തുന്നു എന്നതാണ് പ്രശ്നം. നിന്റെ ചർമ്മം മങ്ങാനും നിർജീവമാകാനും വരളാനും തുടങ്ങും. മകനെ, ഞാനീ പറയുന്നത് കേട്ട് പുറത്തിറങ്ങരുത്, ജോലി ചെയ്യരുത്, വീട്ടിൽ തന്നെ ഇരിക്കണം എന്നല്ല അർത്ഥം. നീ പുറത്തിറങ്ങുമ്പോൾ കറ്റാർവാഴയുടെ അലോവേര ഇലയെടുത്ത് അതിന്റെ ജെല്ലെടുത്ത് മുഖത്ത് നന്നായി മസാജ് ചെയ്യുക. ഇത് നിന്റെ മുഖത്ത് ഒരു സംരക്ഷണ കവചമുണ്ടാക്കും. അത് സൂര്യന്റെ ഹാനികരമായ രശ്മികളിൽ നിന്ന് നിന്നെ രക്ഷിക്കും. ഇത് വളരെ ഉപയോഗപ്രദമാണ്. തുടർന്ന് ഗുരു യുവാവിനോട് പറഞ്ഞു, മകനെ, ഇനി ഞാൻ നിനക്ക് 2 അത്ഭുത ഫേസ് പാക്കുകളെക്കുറിച്ച് പറഞ്ഞുതരാം. ഇത് നിന്റെ മുഖത്ത് പുരട്ടണം. ഇത് പുരട്ടിയാൽ ഒരു ദിവസത്തിനുള്ളിൽ നിനക്ക് ഫലം കണ്ടു തുടങ്ങും. ഇത് നീ രാവിലെ കുളിക്കുന്നതിന് മുൻപ് പുരട്ടണം. ഇത് ഉണ്ടാക്കാൻ നീ 2 സ്പൂൺ അല്പം തരിയോടുകൂടിയ കടലമാവ് എടുക്കണം. അതിൽ പച്ചപ്പാൽ ഒഴിക്കണം. ഒരു കുഴമ്പ് പേസ്റ്റ് പരുവത്തിന് ആവശ്യമായ പാൽ മാത്രം ഒഴിക്കുക. അതിൽ 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇടുക. എല്ലാം കൂടി നന്നായി യോജിപ്പിക്കുക. നിന്റെ മാജിക് പാക്ക് തയ്യാർ. ഇത് നീ മസാജ് ചെയ്തുകൊണ്ട് മുഖത്ത് പുരട്ടണം. മസാജ് ചെയ്യുന്നത് രക്തയോട്ടം കൂട്ടും. നിന്റെ മുഖത്തെ നിർജീവ കോശങ്ങളെ, ഡെഡ് സെൽസ്, നീക്കം ചെയ്യും. അതുവഴി നിന്റെ ചർമ്മം ശ്വസിക്കാൻ തുടങ്ങും. 5 മിനിറ്റ് മസാജ് ചെയ്യണം. ശേഷം 10 മുതൽ 15 വരെ മിനിറ്റ് ഉണങ്ങാൻ അനുവദിക്കണം. അതിനുശേഷം മുഖം കഴുകുക. ഇതിനുശേഷം നീ സോപ്പോ ഫേസ് വാഷോ ഉപയോഗിക്കാൻ പാടില്ല. പിന്നീട് ഗുരു യുവാവിനോട് 8ാമത്തെ കാര്യം പറഞ്ഞു, മകനെ, നീ ഉറങ്ങുന്നതിനു മുൻപ് രാത്രി പാൽപ്പാട മിൽക്ക് ക്രീം എടുക്കണം. പശുവിന്റെ പാലായാലും എരുമപ്പാലായാലും കുഴപ്പമില്ല. പാൽപ്പാടയുടെ ജോലി നിന്റെ ചർമ്മത്തിന് ഈർപ്പം നൽകുക, മോയ്സ്ചറൈസ്, വരൾച്ച മാറ്റുക എന്നതാണ്. ഇത് നിന്റെ ചർമ്മത്തിൽ ജീവൻ നിറയ്ക്കും, തിളക്കം വരാൻ തുടങ്ങും. ഇതിന്റെ ഫലം വളരെ മികച്ചതാണ്. ഉറങ്ങുന്നതിനു മുൻപ് ഇത് ഒരുപാട് വാരിത്തേക്കേണ്ട ആവശ്യമില്ല. അല്പം എടുത്ത് മസാജ് ചെയ്താൽ മതി. മുഖത്ത് എണ്ണമയം പോലെ ഒരു ചെറിയ പാളി കണ്ടാൽ മതി. പാൽപ്പാട എടുത്ത് കാണുന്ന രീതിയിൽ തേക്കരുത്. അത് ചർമ്മത്തിലേക്ക് വലിയുന്ന രീതിയിൽ വേണം മസാജ് ചെയ്യാൻ. കുറഞ്ഞ അളവിൽ പുരട്ടുക. ഇത് പുരട്ടി ഉറങ്ങുക. രാവിലെ എഴുന്നേറ്റ് മുഖം വൃത്തിയാക്കാൻ നേരത്തെ പറഞ്ഞ കടലമാവിന്റെ കൂട്ടുതന്നെ ഉപയോഗിക്കുക. വെറും ഈയൊരു ചിട്ട 15 ദിവസം നീ തുടർന്നു നോക്കൂ. 15 മുതൽ 20 വരെ ദിവസത്തിനുള്ളിൽ നിനക്ക് വലിയ മാറ്റം കാണാൻ കഴിയും. ഇനി 2ാമത്തെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. 1ാമത്തേത് തേനാണ്. തേനിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകളുണ്ട്. അത് ചർമ്മത്തെ സുന്ദരവും ചെറുപ്പവുമാക്കി നിലനിർത്തുന്നു. ഒപ്പം ഇത് നിന്റെ നിറം വൃത്തിയാക്കുകയും ചർമ്മത്തിൽ ഈർപ്പം നിലനിർത്തുകയും ചെയ്യുന്നു. 2ാമത്തെ സാധനം നാരങ്ങയാണ്. നാരങ്ങയിൽ വൈറ്റമിൻ സി ഉണ്ട്. ഇത് ചർമ്മത്തിന്റെ തിളക്കത്തിന് സഹായിക്കുന്ന ഘടകമാണ്. നിന്റെ നിറം വർദ്ധിപ്പിക്കുന്നു. വൈറ്റമിൻ സി ചർമ്മത്തിലെ പിഗ്മെന്റേഷൻ കുറയ്ക്കുകയും ചർമ്മത്തിന് ഒരേ നിറം, ഈവൻ ടോൺ നൽകുകയും ചെയ്യുന്നു. ഈ നാരങ്ങ ചർമ്മത്തിൽ പുരട്ടുമ്പോൾ മുഖം തിളങ്ങുന്നു. മുഖത്ത് വേറിട്ട ഒരു ഭംഗി വരുന്നു. 3ാമത്തെ സാധനം പപ്പായയാണ്. പപ്പായ ചർമ്മത്തിന് വളരെ നല്ലതാണ്. ഇതിൽ പപ്പൈൻ എന്നൊരു എൻസൈമുണ്ട്. അത് പ്രകൃതിദത്തമായി പ്രവർത്തിക്കുന്നു. അതായത് ഇത് നിന്റെ ചർമ്മത്തിലെ നിർജീവ കോശങ്ങളെ നീക്കം ചെയ്യുകയും ചർമ്മത്തെ മിനുസപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ചർമ്മം ചെറുപ്പമായി തോന്നും. 4ാമത്തെ സാധനം മുൾട്ടാനി മിട്ടിയാണ്. മുൾട്ടാനി മിട്ടി ഒരു പ്രകൃതിദത്ത പദാർത്ഥമാണ്. ഇത് നിന്റെ ചർമ്മത്തിലെ അഴുക്കും അധികമുള്ള എണ്ണയും വലിച്ച് പുറത്തേക്ക് കളയുന്നു. അങ്ങനെ ചർമ്മം വൃത്തിയാവുകയും തിളങ്ങുകയും ചെയ്യുന്നു. പാടുകളും കുരുക്കളും വരുന്നത് നിൽക്കുന്നു. തുടർന്ന് ഗുരു യുവാവിനോട് പറഞ്ഞു, മകനെ, ഇനി ഈ ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നീ മനസ്സിലാക്കൂ. നീ ഒരു വലിയ കഷ്ണം പപ്പായ എടുത്ത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മാവ് പോലെ നന്നായി ഉടച്ചെടുക്കണം. എന്നാലേ നല്ല പേസ്റ്റ് ആവുകയുള്ളൂ. ഇതിലേക്ക് 1 സ്പൂൺ തേൻ ഒഴിക്കണം. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ നാരങ്ങാനീര് ഒഴിക്കണം. നാരങ്ങാനീര് നിന്റെ ചർമ്മത്തിൽ തിളക്കം നൽകും. പിന്നെ ഇതിൽ 1 സ്പൂൺ മുൾട്ടാനി മിട്ടി ചേർക്കണം. ഇത് ചർമ്മത്തിലെ അഴുക്കിനെ പുറന്തള്ളും. ഇനി ഈ 4 കാര്യങ്ങളും നന്നായി യോജിപ്പിക്കണം. അങ്ങനെ ഒരു പേസ്റ്റ് തയ്യാറാകും. ഈ പേസ്റ്റ് പുരട്ടുന്നതിന് മുൻപ് നീ മുഖം നന്നായി കഴുകി വൃത്തിയാക്കണം. മുഖം ഉണങ്ങിയ ശേഷം ഈ പേസ്റ്റ് വിരലുകൾ കൊണ്ട് മുഖത്ത് നന്നായി തേച്ചു പിടിപ്പിക്കുക. അതിനുശേഷം 20 മുതൽ 30 മിനിറ്റ് വരെ അതവിടെ ഇരിക്കട്ടെ.
അത് ഉണങ്ങിക്കഴിയുമ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക. നിന്റെ മുഖം തിളങ്ങും. ഒരു ബ്ലീച്ച് ഫേഷ്യൽ ക്രീമും തരാത്ത തിളക്കം ഇതിൽ നിന്ന് ലഭിക്കും. പിന്നീട് ഗുരു യുവാവിനോട് പറഞ്ഞു, മകനെ, നമ്മുടെ ചർമ്മം വളരെ മൃദുലമാണ്. അതുകൊണ്ട് ഇതിൽ ഒരുതരം കെമിക്കൽ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കരുത്. കാരണം ചിലപ്പോൾ അത് വലിയ രോഗങ്ങൾക്ക് കാരണമാകും. പലർക്കും സ്കിൻ ക്യാൻസർ വരെ വരുന്നുണ്ട്. അതുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക. കാരണം ഇത് നിന്റെ ചർമ്മത്തിന് യാതൊരു ദോഷവും വരുത്തില്ല. നിനക്ക് ഏറ്റവും നല്ലതുമാണിത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നീ ചെയ്യണം. ഞാൻ പറഞ്ഞ നിയമങ്ങൾ നീ തീർച്ചയായും പാലിക്കുക. 20 ദിവസത്തിന് ശേഷം വന്ന് നിന്റെ അനുഭവം പങ്കുവയ്ക്കൂ. നിന്റെ ചർമ്മത്തിൽ മാറ്റങ്ങൾ കണ്ടോ എന്ന് പറയൂ. ഈ രീതിയിൽ നിയമങ്ങൾ പാലിച്ച ഈ പ്രയോഗം ചെയ്ത എല്ലാ വ്യക്തികൾക്കും വളരെ നല്ല ഫലങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ചർമ്മവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും മാറിയിട്ടുണ്ട്. ഇത് വളരെ ലളിതവും പ്രകൃതിദത്തവും ഉപകാരപ്രദവുമായ പ്രയോഗമാണ്. നിങ്ങളിത് 15 മുതൽ 20 വരെ ദിവസം മാത്രമല്ല, വർഷങ്ങളോളം തുടർച്ചയായി ചെയ്താലും ഗുണം മാത്രമേയുള്ളൂ. ദോഷമൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ആരോഗ്യത്തെ എല്ലാ രീതിയിലും മെച്ചപ്പെടുത്തണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാ നിയമങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. അങ്ങനെ അടുത്ത ആയുർവേദ ആരോഗ്യപ്രദവും പ്രചോദനം നൽകുന്നതുമായ വീഡിയോ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ലഭിക്കും. നന്ദി.